സ്വീറ്റ് ഹോം സീസൺ 2 ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു ദ മൂവി ടൈം. എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കന്നഡക്കാരനായ സിയോങ് മോണിന്റെ അടുത്തേക്ക് ചീഫ് ഒരു ഹെൽപ്പിനായി സമീപിക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചീഫിന് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് അയാൾ വാക്കു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്തായിരുന്നു നമ്മുടെ സൈനികൻ സർജന്റിനെ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴായി സർജന്റിന്റെ കയ്യിലുള്ള മുറിവ് ഭേദമാകുന്നതും അയാളുടെ കണ്ണുകൾ മുഴുവനായി മാറുന്നതും നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം സർജന്റ് പഴയ പോലെ തന്നെയായി സൈനികന്റെ കൂടെ പോവുകയാണ്. അവരെന്താണ് പ്രോബ്ലം എന്ന് പോയി ചെക്ക് ചെയ്യുന്നു. ആരോ മനഃപൂർവ്വം വയറ് മുറിച്ചിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തതാണെന്ന് അവർ മനസ്സിലാക്കി. അല്ല, എന്തിനായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? അതെ, അവർക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടാകും. ഇവിടുത്തെ കീയുടെ ചുമതലയാണെങ്കിലോ ചീഫിനും മറ്റൊരു സർജന്റിനുമാണ്. ഇത് സംഭവിക്കുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരാരുമല്ല ഇതിന് പിന്നിലെന്ന് സർജന്റിന് ഉറപ്പാണ്. മാത്രമല്ല താഴെ നിന്നും അവർക്കൊരു മോതിരവും കിട്ടി. അത് കണ്ടപാടെ തന്നെ ആരെയാണെന്ന് സർജന്റിന് മനസ്സിലാകുന്നുമുണ്ട്. ഇതിനിടയിൽ ചീഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കന്നഡക്കാരൻ അവൾക്കൊപ്പം തന്നെയുണ്ട്. അല്ല, എന്ത് ഹെൽപ്പായിരിക്കും ചീഫ് ഉദ്ദേശിക്കുന്നത്? സ്റ്റേഡിയം വളരെ ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ വലുതാക്കി പണിയാനാണ് നമ്മുടെ ചീഫിന്റെ പ്ലാൻ. എന്നാൽ ഇൻഹ്വാൻ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം രോഗലക്ഷണങ്ങളുള്ള ആളുകൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ആ ബ്ലേസ് ഉപയോഗിക്കും. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ കന്നഡക്കാരന്റെ കൈ ചീഫ് മുറിക്കുകയാണ്. അതെന്തിനായിരിക്കും? ഇത് കണ്ടതും പേടിച്ച നമ്മുടെ ആൾ താൻ ഇതെല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോഴാണ് ചീഫ് ഒരു കാര്യം പറയുന്നത്. അയാൾ അത് ആരോട് പറയും? കാരണം പുള്ളിക്കാരനും രോഗലക്ഷണങ്ങളുണ്ട്. അപ്പോഴായി ആ മുറിവ് സുഖം പ്രാപിക്കുന്നതായും നമുക്ക് കാണാം. അതിനുശേഷം നമ്മുടെ ചീഫ് പുറത്തേക്കും പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സൈനികരെല്ലാവരും യേസിലിനെയും പൊക്കിയെടുത്ത് ചീഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, ആ മോതിരം അവളുടെ ആയിരുന്നു. താനല്ല ഇതിന് പിന്നിലെന്ന് യേസിൽ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കാര്യമാക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ചീഫ് ബ്ലാക്ക് ഔട്ട് ആയത് റെഡിയാക്കുന്നുമുണ്ട്. അതിനുശേഷം അവൾ നേരെ മുറിയിലേക്ക് എത്തി. അമ്മയെ കണ്ടതും യേസിൽ അവളോട് യാചിക്കുന്നുണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നാൽ പുള്ളിക്കാരി യാതൊന്നും മിണ്ടുന്നില്ല. ചീഫിനും ഇതിൽ പങ്കുണ്ടെന്ന് കരുതിയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം അവളുടെ മകളല്ലേ. എന്നാൽ തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും അവൾ തനിച്ചാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്നും ചീഫ് പറയുന്നുണ്ട്. അതോടെ നമ്മുടെ യേസിൽ ട്രാപ്പായി. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ കന്നഡക്കാരനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ചീഫിന്റെ സീക്രട്ട് റൂമിലാണ്. ചീഫിനെ കണ്ട് നമ്മുടെ ആൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഒരു ഹാപ്പി ന്യൂസുമായിട്ടായിരുന്നു അവൾ വന്നത്. അതെ, അയാൾക്ക് ഇനി പുറത്തേക്ക് പോകാം. ഇത് കേട്ടതും പുള്ളിക്കാരൻ ഹാപ്പിയായി. ചീഫ് പതിയെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. പതിയെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ഇതായിരുന്നു. താഴേക്ക് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഇതേതാണ് സ്ഥലം? പേടിച്ച് നമ്മുടെ ആൾ പിറകിലേക്ക് തിരിഞ്ഞതും ചീഫ് അയാളെ താഴേക്ക് തള്ളിയിടുന്നുണ്ട്. അതിനുശേഷം ഡോർ ലോക്ക് ചെയ്ത് ചീഫ് അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ ആൾ ഒരുപാട് അവളോട് യാചിക്കുന്നുണ്ടെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവൾ പോയതിനു ശേഷം ഒരു മോൺസ്റ്റർ അതിനുള്ളിൽ നിന്നും അലറുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. അതെ, യേസിൽ അന്ന് ധൃതി പിടിച്ചു പോയത് ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിരുന്നു. അതായിരുന്നു നമ്മുടെ ചീഫ് അവളോട് ചോദിച്ച ഹെൽപ്പ്, നമ്മുടെ കന്നഡക്കാരനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. മാത്രമല്ല ചീഫിന്റെ സീക്രട്ട് റൂമിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ബാംസിയും അവരിപ്പോഴും ജോയെ കണ്ടെത്താനുള്ള യാത്രയിലാണ്. നമ്മുടെ സിയോയും സൈനികനും പോകുന്നതിനിടക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? നമുക്ക് ചോയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നമ്മുടെ സൈനികൻ പറഞ്ഞതും സിയോക്ക് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിലെ അംഗമാണ് ചോയ്. അവനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവൻക്ക് പകരം നീ ആണെങ്കിൽ പോലും സിയോ തിരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇത് കേട്ട് പുള്ളിക്കാരന് കുറ്റബോധം തോന്നുന്നുണ്ട്. നമ്മുടെ കിമ്മും സൈനികനുമാണെങ്കിലോ റിസർച്ച് ലാബിൽ പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സിയോയും സൈനികനും പോകുന്നതിനിടക്ക് ഒരു കാഴ്ച കാണുന്നുണ്ട്. ദേ കണ്ടില്ലേ, ഒരുപാട് മോൺസ്റ്റേഴ്സ്. എന്നാൽ അവരിതൊന്നും കാര്യമാക്കാതെ മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു മോൺസ്റ്റർ നമ്മുടെ സിയോയുടെ കാലിൽ പിടിക്കുന്നു. അതോടെ അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒടുവിൽ ഫയർ ചെയ്താണ് അവർ രക്ഷപ്പെടുന്നതും. ഇതേ സമയത്ത് അങ്ങോട്ട് സൂട്ടൊക്കെ ഇട്ട് ഒരു അജ്ഞാത ആൾ വരുന്നുണ്ട്. അയാൾ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് അവരെ ഒരു മുറിയിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്തിനായിരിക്കും ഇയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ആരായിരിക്കും അയാൾ? ഇതിനിടയിൽ നമ്മുടെ കിമ്മും സൈനികനും ലാബിലും എത്തിയിട്ടുണ്ട്. അവർ യൂസ്ഫുൾ ആയ മെഡിസിനും മറ്റും അവിടെ നിന്നും ശേഖരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ ലിമ്മിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ആ കൊക്കോണിന് താഴെ ഇരുന്ന് അതിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കിമ്മും സൈനികനുമാണെങ്കിലോ മെഡിസിനും മറ്റുമെല്ലാം കളക്ട് ചെയ്യുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവിടെ നിന്നുമാണ് ശബ്ദം വരുന്നത്. പതിയെ തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തലയും താഴ്ത്തിയാണ് അവൾ ഇരിക്കുന്നത്. അവൾ ഇൻഫെക്റ്റഡ് ആണോ എന്നൊരു പേടിയും ഇവർക്കുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് അവൾ ഇൻഫെക്റ്റഡ് ആയിരുന്നില്ല. അതോടെ അവരവളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവൾക്ക് നന്നായി തണുക്കുന്നത് കാരണം തന്നെ നമ്മുടെ ആൾ സ്വന്തം കോട്ടഴിച്ച് അവളെ ധരിപ്പിക്കുന്നുമുണ്ട്. മോൺസ്റ്ററെ കാണുകയാണെങ്കിൽ അവൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്നാണ് ഒളിക്കുന്നത്. ഒരു
ഒരു പാവം പെൺകുട്ടി. മാത്രമല്ല അവളിലൂടെ പല കാര്യങ്ങളും ഇവർക്ക് അറിയാൻ സാധിച്ചു. ഇവിടെ ഇൻഫെക്റ്റഡ് ആയവരും അല്ലാത്തവരുമായ ഒരുപാട് പേരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജോയ് എവിടെയാണെന്നും അവൾക്കറിയാം. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ ചായൂനും ഗാങ്ങും കൂടെ നേരെ എത്തിച്ചേർന്നിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഈ ക്യോങ്ങിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതിന് കാരണം അവൾ കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിച്ചത് കാരണമാണ്. മാത്രമല്ല അവൾ മരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് തിരിച്ചു കയറിയത്. മകളെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം. അവളെ ഇനി രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ അതും അന്വേഷിച്ചു പോവുകയാണ്. നമ്മുടെ ചാൻ ഒരെണ്ണം കിട്ടി. എന്നാൽ അത് വർക്കിംഗ് ആയിരുന്നില്ല. അത് കണ്ടപാടെ നമ്മൾ ഒരുപാട് വഴുകിയെന്ന് അവൻ അഭിപ്രായപ്പെടുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇനിയും എന്തെങ്കിലും വഴിയുണ്ടാകില്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹിച്ച് ഹൈക്കറിനെയും ഹാനിയെയുമാണ്. അവർ പോകുന്നതിനിടക്കാണ് വലിയൊരു ചോദ്യം ഹാനിയുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. മനുഷ്യരെ വെറുക്കുന്ന നമ്മുടെ ഹിച്ച് ഹൈക്കർ എന്തിനാണ് തന്നെ കൂടെ കൊണ്ട് നടക്കുന്നത്? അതിന് അയാൾ ഒന്നും മറുപടി പറയുന്നില്ല. മാത്രമല്ല ചാനെയും ഹീറോയിനെയും പോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലൈഫാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ചായുനും അവൾ അവൻക്ക് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ഇത് അവൾക്ക് ഗ്രീൻ ഹോമിൽ നിന്നും കിട്ടിയതാണ്. അതിൽ അവളുടെ ബ്രദർ ഇൻഫെക്റ്റഡ് ആണെന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ചായുനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? അതിന് വ്യക്തമായ ഒരു ഉത്തരം ചായുനുണ്ടായിരുന്നില്ല. ഇനി ഈ ക്യോങ്ങിനെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയെ അവൻ കാണുന്നുള്ളൂ. നമ്മുടെ റെഡിനെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചാൻ മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കുന്നത്. ശരിക്കും ഹീറോയിൻ തിരയുന്നത് മറ്റൊരാളെയാണ്. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവൻ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തി. അവിടെ നമ്മുടെ റെഡിനെയും കണ്ടെത്തി. എന്നാൽ അവൾ ഈ ക്യോങ്ങിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. അവൾ പറയുന്നത് ഈ ക്യോങ്ങിനെ തന്നെ വെറുപ്പാണെന്നാണ്. എന്നാൽ നമ്മുടെ ചായുവിന്റെ ഒരൊറ്റ വാക്കിൽ അവൾ വീണുപോയി. കാരണം ഈ ക്യോങ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവളുടെ അവസാന സമയമാണിത്. അതുകൊണ്ട് നീ എന്തായാലും അവിടെ ഉണ്ടാകണം. അതോടെ അവൾ അവന്റെ കൂടെ പോകാൻ വേണ്ടി സമ്മതിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ചാനും ഹീറോയിനും ചീഫ് ജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും അവളുടെ ഹസ്ബൻഡിനെ കൊന്നത് ഹീറോയിൻ അല്ല എന്ന് നമുക്കറിയാം. അതൊരു മോൺസ്റ്റർ ആയിരുന്നു, ചിറകൊക്കെയുള്ള ഒരു മോൺസ്റ്റർ. എന്നാൽ അത് നമ്മുടെ ചായുനാണോ എന്ന് വലിയൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. എന്നാൽ അതെന്തുകൊണ്ടാണ് ഹീറോയിൻ സൈനികരോട് പറയാത്തത്? അങ്ങനെയാണെങ്കിൽ ആളുകൾ അവളെ കുറ്റപ്പെടുത്തില്ലല്ലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ചീഫും അവളും ആദ്യം മുതൽ തന്നെ നല്ല അകൽച്ചയുണ്ട്. പിന്നെ സൈനികരോട് തന്നെ ഒരു മോൺസ്റ്റർ ആണ് വന്ന് രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലല്ലോ. ഇതും ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് അവളൊന്നും പറയാതിരുന്നതും. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഈ ക്യോങ് ബ്രീത്ത് ചെയ്യുന്ന സൗണ്ടും കേട്ട് അവരങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. അതെ, അവൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ റെഡും ചായുവിനും അങ്ങോട്ടെത്തിയത്. പിന്നീട് അവരെല്ലാവരും കൂടെ പുറത്തിറങ്ങിയതിനു ശേഷം റെഡ് തനിയെ ഈ ക്യോങ്ങിന്റെ അടുത്ത് നിൽക്കുന്നു. അവളെ കണ്ടപാടെ തന്നെ ഈ ക്യോങ്ങിന് സന്തോഷമായി. അപ്പോൾ തന്നെ കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിച്ച ഈ ക്യോങ് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാം. നമ്മുടെ റെഡ് ആണെങ്കിലോ അവളുടെ കയ്യിലും പിടിച്ച് കണ്ണടക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി അമ്മ മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും എന്താ ഇവൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. പോയി നോക്കുമ്പോൾ ഈ ക്യോങ് ഇതാ താഴേക്ക് വീണ് കിടക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ചായുന് സങ്കടമാകുന്നുണ്ട്. അവളെയും കയ്യിലെടുത്ത് അവൻ കരയുകയാണ്. അതേ, റെഡ് തന്റെ സ്വന്തം അമ്മയെ കൊന്നു കളഞ്ഞു. ഇതാണ് ശരിക്കും അവരാദ്യം കരുതിയത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. സ്വന്തം അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ക്രൂരതയാണ് റെഡ് ചെയ്തത്. ഈ ക്യോങ് ഒരു മോൺസ്റ്ററായി മാറാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ചായുന് മറ്റൊന്നും കൂടെ മനസ്സിലാകുന്നത്. ശരിക്കും ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് അവൾ തന്റെ കൈ പിടിച്ചത് ആ സ്പെഷ്യൽ പവർ എടുക്കാനായിരുന്നെന്നുള്ള സത്യം. നമ്മുടെ ഈ ക്യോങ് ആണെങ്കിലോ ഒടുവിൽ ഒരു മോൺസ്റ്ററായി മാറിയിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അവൾ പൂർണ്ണമായും ഇൻഫെക്റ്റഡ് ആയിട്ടില്ല. പകുതി മോൺസ്റ്ററും പകുതി മനുഷ്യനുമാണ്. ഇതിലൂടെ അവൾക്ക് ഇപ്പോൾ താൻ ഒരു മോൺസ്റ്റർ ആണെന്നും അറിയാൻ സാധിക്കും. പെട്ടെന്ന് അവൾ വയലന്റ് ആയി എല്ലാവരെയും പോയി ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ചാൻ അവളെ ഷൂട്ട് ചെയ്യുന്നു. അതോടെ ചായുൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും അവൾ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മറ്റൊരു കൈ കൊണ്ട് അവൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയും നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. ഒടുവിൽ അവൾ അവിടെ നിന്നും താഴേക്ക് കുതിച്ചു. പിന്നാലെ തന്നെ നമ്മുടെ ചായുനും അവനും അവളെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതിനും കഴിയുന്നില്ല. അപ്പോഴാണ് അത് സംഭവിച്ചത്. നമ്മുടെ ചായുന്റെ കണ്ണ് മുഴുവനായി വെള്ള നിറത്തിൽ മാറുകയാണ്. അതേ, പുള്ളിക്കാരന്റെ ഒരു സ്പെഷ്യൽ പവർ. ഇതോടെ ഈ ക്യോങ്ങിന്റെ പല മെമ്മറികളും അവൻ കാണുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഡാർക്ക് സൈഡും. ഇതെല്ലാം കണ്ട് നമ്മുടെ ചായുന്റെ കണ്ണ് നിറയുകയാണ്. അവൾക്ക് ആ പെയിൻ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് അവളെ തൊട്ടപ്പുറത്തുള്ള കുഴിയിലേക്ക് അവൻ തള്ളിയിടുകയാണ്. കാരണം അവളെ ഒരിക്കലും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുമാത്രമല്ല ഇവൾ ഇങ്ങനെ ഇരുന്നാൽ ബാക്കിയുള്ളവർക്കും അത് പ്രശ്നമാണ്. ആ സംഭവത്തിന് ശേഷം അവൻ തനിയെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ചാനാണെങ്കിലോ തിരിച്ച് സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിനിടയിൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ ഹിച്ച് ഹൈക്കർ കുറച്ച് വെള്ളം അടിച്ചതും ബോധം കെട്ട് വീഴുന്നുണ്ട്. അതിന് കാരണം എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനുശേഷം ഹിച്ച് ഹൈക്കറിനെയും ബാഗിൽ കയറ്റി പുള്ളിക്കാരി അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്.
എന്നാൽ അവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ല, നമ്മുടെ ബാംസ്യോമിലെ കാര്യം എന്തായി? അവരൊടുവിൽ ചോയെ കണ്ടുപിടിക്കുകയാണ്. അവനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ല. എന്നാൽ ആരായിരിക്കും ഇവരെല്ലാം ലോക്ക് ചെയ്തിടുന്നത്? അതിനെന്തായാലും ഇവിടെ ജോലിക്കാർ വേണം. മാത്രമല്ല അവർക്കൊരു ലീഡറും ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കിയ നമ്മുടെ കിം ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവളോട് പറയുന്നുണ്ട്, നമ്മുടെ ചോയെ മോചിപ്പിക്കാൻ വേണ്ടി. അതുവരേക്കും നമ്മുടെ സൈനികൻ ചോയുടെ അടുത്തുണ്ടാകണം. ഇതിനിടയിൽ നമ്മുടെ ലിമ്മിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോഴും ആ കൊക്കോണിന് താഴെയാണുള്ളത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ലിം. ഒടുവിൽ ക്ഷമയില്ലാതെ ആ കൊക്കോണിനെ തൊടാൻ വേണ്ടി ലിം എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ നടന്നു പോകുന്ന ശബ്ദമായിരുന്നു അത്. അതോടെ ലിം അവിടെ നിന്നും പുറത്തേക്ക് പോയി. നമ്മുടെ ചോയ്ക്ക് ജീനക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മെഡിസിൻ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും അയാൾ ലോക്കായി പോയില്ലേ. ചോയ് അത് നമ്മുടെ സൈനികന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ജീന രാവും പകലുമില്ലാതെ തന്നെ കാത്തുനിന്ന് ഒരുപാട് കരഞ്ഞുവെന്നും അറിയുന്നുണ്ട്. നമ്മുടെ കിമ്മും പെൺകുട്ടിയും ഒടുവിൽ ലീഡറിന്റെ അടുത്തേക്ക് ചെന്നെത്തി. ഇയാളെ നമുക്ക് അറിയാമായിരിക്കും അല്ലേ? നേരത്തെ നമ്മുടെ സിയോയെയും സൈനികനെയും ലോക്ക് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അയാളോട് ചോയെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണെന്ന് നമ്മുടെ കിമ്മ് പറയുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ കിം അയാളുടെ ജസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ഒരു റിയാക്ഷനും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ക്രോ പ്ലാറ്റൂൺ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ആയവരെ ലോക്ക് ചെയ്തിടുന്നു. എന്നാൽ നമ്മുടെ ചോയ് ഇൻഫെക്റ്റഡ് അല്ല. അയാളെ കൊണ്ടുപോകാനാണെങ്കിലോ ലീഡർ സമ്മതിക്കുന്നുമില്ല. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ ലോക്കായി പോയ നമ്മുടെ സിയോയെയും സൈനികനെയും കാണിക്കുന്നുണ്ട്. അവരെന്തോ ഒരു ശബ്ദം പുറത്തു നിന്നും കേൾക്കുകയാണ്. വീണ്ടും വീണ്ടും ആ ശബ്ദം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ സൈനികൻ ഡോറിലേക്ക് തുരെ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അയാൾ ഡോറിനടുത്തേക്ക് പോയതും പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. ഇത് നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ സിയോക്ക് കഴിഞ്ഞുള്ളൂ. ഇതേ സമയത്താണ് നമ്മുടെ സൈനികൻ മറ്റൊരു പേടിപ്പെടുത്തുന്ന സത്യം കൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ആരും മനുഷ്യരല്ല, അവരെല്ലാം ലാബ് റൈറ്റ്സ് ആണ്. അതായത് ഇവിടെ പരീക്ഷണം നടത്തിയിരുന്ന MHകൾ. മിയോങ് അവരെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതെ, അവരെല്ലാം ഇപ്പോൾ ട്രാപ്പാണ്. കിം ആണെങ്കിലോ അവർക്കൊപ്പം പോയിട്ടുമുണ്ട്. ഇത് കേട്ട് കിമ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സൈനികൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളുടെ പിറകിൽ നിന്നും ഒരുപാട് ടെന്റക്കിൾസ് വന്ന് കിമ്മിനെ അവൾ ആക്രമിക്കുകയാണ്. നമ്മുടെ സൈനികനും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതെ, അയാളെയും ഒരു മോൺസ്റ്റർ പിടികൂടി. ഇതിനിടയിൽ പുറത്തേക്ക് ഇറങ്ങി ചെന്ന നമ്മുടെ ലിം കണ്ടത് മറ്റാരെയും ആയിരുന്നില്ല, വില്ലനായ നമ്മുടെ മിയോങ്ങിനെ തന്നെ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ മുറിയിൽ തനിച്ചിരിക്കുന്ന നമ്മുടെ ചായുനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരന്റെ കണ്ണുകളുടെ കളറെല്ലാം ആകെ മാറിപ്പോവുകയാണ്, ഒരു ബ്ലൂ കളർ. അതെ, ഇതെല്ലാം അവൻകുള്ളിലെ മോൺസ്റ്ററിന്റെ പണി തന്നെയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് ചെന്ന് ചായുനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല. പതിയെ അവൻ ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ പുള്ളിക്കാരി ഒരു സ്റ്റിക്കൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിക്കുമോ എന്ന് അവൻ ചോദിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് വീക്കായ, പ്രത്യേകിച്ചും പറയണ്ടക്ക വിധത്തിലുള്ള ഒരു പവറും ഇല്ലാത്ത ചായുനെയാണോ നിനക്ക് വേണ്ടത് എന്നും ചോദിക്കുന്നുണ്ട്. പിന്നീട് അവർ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ലിം ഇപ്പോൾ മിയോങ്ങിന്റെ മുൻപിലല്ലേ. ലിമ്മിന് ഇതാരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഇതം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് മിയോങ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ലിമ്മിന്റെ ആദ്യത്തെ പരീക്ഷണ വസ്തുവായിരുന്ന MH1 ആയിരുന്നു അയാൾ. ഇതെല്ലാം കേട്ട് ലിം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതുവരെ കാണാത്ത ഒരാളായിരുന്നു അത്. പതിയെ ലിം മിയോങ്ങിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. ലിമ്മിന്റെ പിറകിൽ ഒളിപ്പിച്ചു വെച്ച ലിക്വിഡിൽ ഉണ്ടായിരുന്ന തന്റെ സ്വന്തം ബോഡിയെ അയാൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ലിം ഇതെല്ലാം കണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. അല്ല, ശരിക്കും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതെ, ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മുടെ സാങ്ങിന്റെ ഉള്ളിൽ ശരിക്കും മിയോങ് ആയിരുന്നില്ല. അത് നമ്മുടെ കോമറ്റസ് ഇൻഫെക്റ്റീവായ ഈ ക്യോങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതെ, അവളുടെ ഫിനാൻസ്. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിയോങ്ങിന് എന്തു പറ്റി? ലിമ്മിന്റെ കൂട്ടുകാരനായിരുന്ന ഒരു സയന്റിസ്റ്റിന്റെ ബോഡി ആയിരുന്നു മിയോങ് സ്വീകരിച്ചിരുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ്. സീസൺ 2 ശരിക്കും സാങ്ങിന്റെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി മിയോങ്ങിന് സാധിച്ചിട്ടില്ല. ഇവിടേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇത്രയും തന്നെ ദ്രോഹിച്ച ലിമ്മിനെ പ്രതികാരം വീട്ടാൻ വേണ്ടി ഫിനാൻസ് തിരിച്ചു വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യമൊന്നും മനസ്സിലാകാത്ത ലിം ഇപ്പോഴും വായും പൊളിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇതാണ്. തകർന്ന് തരിപ്പടമായ ഗ്രീൻ ഹോമിലെ ഒരു വലിയ കൊക്കോണിൽ നിന്നും ആരോ പുറത്തേക്ക് വരുന്ന കാഴ്ച. അത് മറ്റാരുമായിരുന്നില്ല, ഹീറോയിന്റെ ബ്രദറായ യുൻഹ്യോക്ക് ആയിരുന്നു. മിസ് ഇമിനെ പോലെ അവനും ഒരു എംബ്രിയോ മോൺസ്റ്റർ ആയി മാറിയിട്ടുണ്ട്. ഇതോടെയാണ് സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതെ, സീസൺ 3ക്കുള്ള ഒരു ക്ലൂവുമായിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്തത്. സീസൺ 3 2024 സമ്മറിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.